ഫീദ് ഇപ്പോൾ തുടരുക. ഇപ്പോൾ വരുന്ന വാർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് അവർ നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതിൽ ശശിധരൻ കർത്ത CMRLന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശശിധരൻ കർത്തയുടെയും എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഉടമ വീണ വിജയന്റെയും വീണയുടെയും വസതികളിൽ റെയ്ഡ് നടത്തിയിരുന്നു. വീണ തിരുവനന്തപുരത്തെ വസതിയിലാണ് താമസം എന്ന് കണ്ടെത്തിയിരുന്നു. ഈ പരിശോധനയിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിക്ഷേപങ്ങൾ സംബന്ധിച്ചും ബാങ്കിലെ സ്ഥിര നിക്ഷേപം സംബന്ധിച്ചുമൊക്കെയുള്ള രേഖകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ രേഖകൾ പരിശോധിച്ചു വരികയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. 2.78 കോടി രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഈ CMRLൽ നിന്ന് വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇതിൽ പറയുന്നുണ്ട് ഈ CMRL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 13.41% ഓഹരി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനാണ് എന്ന കാര്യം പറയുന്നുണ്ട്. ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ N ശശിധരൻ കർത്ത, മകൻ ശരൺ S കർത്ത ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറാണ് ആ സ്ഥാപനത്തിൻ്റെ. ഇവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെയാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. 2019 CMRLൽ നടത്തിയ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ വ്യാജമായ ചെലവഴിക്കൽ എന്ന നിലയിൽ 130 കോടി രൂപ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 130 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. ഇത് CMRL ഇക്കാര്യം ആദായ നികുതി വകുപ്പ് ആദായ നികുതിയുടെ സെറ്റിൽമെൻറ്റ് കമ്മീഷന് മുന്നിൽ സമ്മതിച്ചിട്ടുള്ളതാണ് എന്ന കാര്യവും പറയുന്നുണ്ട്. തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നറിയപ്പെടുന്ന SFIO ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അവരുടെ കണ്ടെത്തലുകൾ അത് പിന്നീട് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം, കമ്പനികാര്യ മന്ത്രാലയം അക്കാര്യത്തിലൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എന്ന കാര്യവും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും പരിശോധനയിലെ നിക്ഷേപങ്ങൾ സംബന്ധിച്ചും ഫിക്സഡ് ഡിപ്പോസിറ്റ് സംബന്ധിച്ച, സ്ഥിര നിക്ഷേപം സംബന്ധിച്ച രേഖകളുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അത് സംബന്ധിച്ച് ആ രേഖകൾ, പിടിച്ചെടുത്ത രേഖകൾ സംബന്ധിച്ച പരിശോധന തുടർന്നു വരികയാണ് എന്ന കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.